എല്ലാവർക്കും നമസ്കാരം. അശോകവനം എന്നെൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കൂടെ ഞാൻ പറയാൻ പോകുന്നത് ദേവത്തറ, അതായത് ദേവതകളെ കുടിവെച്ച തറ അല്ലെങ്കിൽ ക്ഷേത്രം നമ്മുടെ വീടിനോട് ചേർന്നിട്ടാണെങ്കിൽ വീടിൻ്റെ തറയും ദേവതയുടെ തറയും എപ്രകാരമാണ് നിൽക്കേണ്ടത്, അപ്രകാരം ചെയ്തില്ലെങ്കിൽ നമുക്ക് വന്ന് ഭവിക്കുന്ന കാര്യങ്ങൾ, ഇതിനൊക്കെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായി കാണുന്ന മക്കൾ ആ ബെല്ല് ബട്ടനും ചുവന്ന ബട്ടനൊക്കെ ഒന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാമൻ സീതയെ തേടി നടന്നേ, താമരച്ചേലുള്ള ജാനകി വഴി പോകുന്നതാരാനും കണ്ടു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പം നമ്മുടെ വീടിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ദേവത കുടിയിരിക്കുന്നത്. അതായത് ദേവയുടെ ക്ഷേത്രം, ദേവതയ്ക്കുള്ള ക്ഷേത്രം അല്ലെങ്കിൽ ഭഗവാനുള്ള ക്ഷേത്രം അല്ലെങ്കിൽ തറ, ദേവതകളെ കുടിവയ്ക്കുന്ന ദേവത്തറ അല്ലെങ്കിൽ ദേവതത്തറ. ഈ തറകൾ നമ്മുടെ വീടിൻ്റെ തറയ്ക്ക് താഴെയാണ് നിൽക്കുന്നതെങ്കിൽ പല ദോഷങ്ങളും വന്ന് ഭവിക്കും. നമുക്ക് ഉയർച്ച ഉണ്ടാവുകയില്ല. ഓരോ പടിയും നമ്മൾ താന്നുകൊണ്ടിരിക്കും. നമ്മുടെ പ്രധാനപ്പെട്ട ദേവത വിഷ്ണുമായോ അല്ലെങ്കിൽ ഭദ്രകാളിയോ ആണെങ്കിൽ ആ ദേവതയുടെ തറ നമ്മുടെ വീടിൻ്റെ തറയേക്കാൾ 1 ഇഞ്ച് മുന്നോട്ട് നിൽക്കണം. അല്ലാത്ത പക്ഷം പല ദുരിതങ്ങളും വന്ന് ഭവിക്കാനുള്ള ഇടകളുണ്ട്. ഒരിക്കലും വീടിനേക്കാൾ താന്ന് ദേവത്തറകൾ നിൽക്കരുത്. 1 ഇഞ്ച് കൂട്ടി നിൽക്കണം. എങ്കിലേ നമുക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ആ ഭവനത്തിൽ നമുക്ക് പല അനർത്ഥങ്ങളും ഉണ്ടാകും. ദേവത സ്ഥാനത്ത് അഭിവൃദ്ധി ഇല്ലാതെയാവും. പ്രധാനപ്പെട്ട മൂർത്തി, ആ മൂർത്തിയുടെ തറ എപ്പോഴും ഉയർന്നു നിൽക്കണം. അത് താന്നിട്ട് വീടിൻ്റെ തറയൊക്കെ താന്ന് കിടന്നിട്ട് മറ്റുള്ള ദേവതകളെ തറകൾ ഉയർത്തി വെച്ചിട്ട് കാര്യമില്ല. നമ്മുടെ പ്രധാനപ്പെട്ട മൂർത്തി പ്രീതിപ്പെടണം, സന്തോഷിക്കണം. എങ്കിലേ മറ്റുള്ള മൂർത്തികളോടെ അവരുടെ ശക്തി പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ മുല്ലത്തറകളോ ക്ഷേത്രങ്ങളോ ഒക്കെ വീടിൻ്റെ തറയേക്കാൾ താന്നാ നിൽക്കുന്നതെങ്കിൽ നിങ്ങളത് ഉയർത്താൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ പല മാനസിക പ്രശ്നങ്ങളും ദുരിതങ്ങളും സാമ്പത്തികമായ കാര്യങ്ങളും കലഹങ്ങളും രോഗങ്ങളും ഒരു സന്തോഷമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരികയൊക്കെ ചെയ്യും. അതുകൊണ്ട് ആ കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഇത് മറ്റൊരാളുടെ ജീവിതത്തിൽ നിന്നുമല്ല, എൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. എൻ്റെ വീട് ഇപ്പോൾ കുറച്ച് കാലമായിട്ടാണ് ഉയർത്തിയത്. വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ഉയർത്തി. പക്ഷേ ക്ഷേത്രം പഴയ ക്ഷേത്രമാണ്. അപ്പോൾ വീടിൻ്റെ തറ ഉയർന്നു വന്നപ്പോൾ ക്ഷേത്രം താന്നാണ് ഉപ്പ് നിൽക്കുന്നത്. അത് പൊളിച്ച് ഒരു ക്ഷേത്രം പണിയാൻ സാമ്പത്തികമായിട്ട് ഉപ്പ് എനിക്ക് കഴിയുന്നില്ല. അതിനാൽ പല ദുരിതങ്ങളും മാനസിക പ്രശ്നങ്ങളും ഞാൻ നേരിട്ടതിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സാമ്പത്തികമായി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ദേവതയുടെ തറകൾ ഉയർത്തി വയ്ക്കുക. വീടിനേക്കാൾ ഉയർത്തി, വീടിൻ്റെ തറയേക്കാൾ 1 ഇഞ്ച് ഉയർത്തി നമ്മുടെ ദേവത സങ്കല്പ തറകൾ ഉയർന്നു നിൽക്കട്ടെ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ആണ് ഉള്ളത്. ഇനി നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കും.